LDFിന്റെ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഈ സർക്കാർ എന്നാണ് ഇടതു നേതാക്കൾ പറയാറുള്ളത്. സോളാർ, ബാർക്കോഴ, മെത്രാൻകായൽ തുടങ്ങി നിരവധി ആക്ഷേപങ്ങളാണ് പ്രതിപക്ഷത്തിരിക്കെ LDF ഉന്നയിച്ചത്. സർക്കാർ ഇടപെടൽ കലഹിച്ച് UDF കാലത്ത് വിജിലൻസ് വിട്ട ജേക്കബ് തോമസിനെ വിജിലൻസ് തലപ്പത്ത് കൊണ്ടുവന്നപ്പോൾ അഴിമതി കേസുകളിൽ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷ പരന്നിരുന്നു. എന്നാൽ ഭരണം 2 കൊല്ലം പിന്നിടുമ്പോഴും പ്രധാന കേസുകൾ ഒന്നും കുറ്റക്കാരിലേക്ക് എത്തുന്ന ഒരു നടപടിയുമില്ല. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കെ ബാബുവിനെതിരെ മാത്രമാണ് കുറ്റപത്രം നൽകാനായത്. KM മാണി ഉൾപ്പെട്ട ബാർക്കോഴ കേസിൽ തെളിവില്ലെന്ന പല്ലവി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സോളാർ കേസിൽ നിങ്ങൾ നോക്കൂ, ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എടുത്ത് അനൗൺസ് ചെയ്ത് പത്രസമ്മേളനം നടത്തി. എന്നിട്ട് എന്തായി, ഗതി എന്തായി? ഈ സർക്കാരിന്റെ കാലത്തുയർന്ന ബന്ധുനിയമന വിവാദത്തിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. FIRൽ അഴിമതിയും ഗൂഢാലോചനയും കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്ക് പിന്നീട് തുടർ നടപടിയെടുക്കാനായില്ല. അഴിമതി വിരുദ്ധ നീക്കങ്ങളുടെ മുന്നണിയിൽ നിൽക്കേണ്ട വിജിലൻസ് ഇപ്പോൾ നാഥനില്ലാ കളരിയാണ്. IAS പ്രതിഷേധത്തിൽ വിജിലൻസിന് നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ FIR ഇടാനുള്ള അധികാരം പോലും ഇല്ലാതായി. വിജിലൻസിനെ സ്വതന്ത്ര സംവിധാനമാക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനവും യാഥാർത്ഥ്യമായിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ഒന്നിൽ പോലും നടപടിയായില്ല എന്ന് മാത്രമല്ല, ആരോപണവിധേയരായവരുടെ പാർട്ടികളെ മുന്നണിയിലേക്ക് ആനയിക്കാനുള്ള ശ്രമവും തകൃതിയായി നടക്കുന്നു. R. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.